നമസ്കാരം, ഷാജു ആണ്. ഞാനുണ്ട്. പുതിയൊരാളാണ് കേട്ടോ, പുതിയൊരാളാണ്. നമുക്ക് പരിചയപ്പെടുത്തി തരാം. പേര് വിനുലാൽ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെറിയൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിലൂടെ ഒരുമിച്ചവരാണ്. ഇപ്പോൾ നല്ല സുഹൃത്തുക്കളാണ്. രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഒരു സുഹൃത്ത് ബന്ധത്തിന് വില കൊടുക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ എവിടെയാണെന്നറിയോ? ആദ്യത്തെ എൻ്റെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ട്രാവൽ വ്ളോഗ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ബോണക്കാടിലേക്കുള്ള വഴിയാണ്. അതായത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ. ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരം സ്വദേശിയാണ്. തിരുവനന്തപുരം സ്വദേശി ആയതുകൊണ്ട് നമുക്ക് ആദ്യം തിരുവനന്തപുരം ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാട് വഴി വിതുര, ബോണക്കാട്. നമ്മളിവിടെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് എത്തി. അവർ പറയുന്നത് ബോണക്കാട്ടിലേക്ക് പുറത്ത് നിന്നുള്ളവരെ വിടില്ല എന്നാണ്. പക്ഷേ KSRTCയുടെ ട്രാൻസ്പോർട്ട് ബസ്സുണ്ട്. നമുക്ക് അതിൽ പോയാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ പോകാം. അപ്പം ഞാൻ അത് റീസൺ ചോദിച്ചപ്പോൾ പറഞ്ഞു, ട്രാൻസ്പോർട്ട് ബസ്സിനകത്ത് കൂടുതലും ബോണക്കാടായിട്ട് യാത്ര ചെയ്യുന്നത് ഒരു 99% അവിടുത്തെ പ്രദേശവാസികളാണ്. അവിടെ താമസിക്കുന്നവർ അവിടെ ബന്ധുമിത്രാദികളുമാണ്. കാരണം അധികമല്ലാതെ നിങ്ങളെപ്പോലെ ചിലപ്പോൾ 1-2 പേരുണ്ടാകും. അവർ പോയി വരാറാണ് പതിവ്. അവരെങ്ങും 1 by 1 ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം. എന്തായാലും നല്ല മനോഹരമായൊരു സ്ഥലമാണ്. ഞാൻ അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, നോക്കട്ടെ, നമ്മുടെ ഹെഡൊക്കെ വന്നിട്ടൊന്ന് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളിവിടെ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണേ. ഇത് എത്രയെന്നറിയാം? ഇവിടെ പാക്കേജ് 5 പേർക്ക് 1000 രൂപയാണ്. സന്ദർശന സമയം 8:30 മുതൽ 1 മണി വരെ. ഇപ്പോൾ നല്ല റെയിനി സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വെള്ളച്ചാട്ടമൊക്കെ നല്ല രസമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കാരണം പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ 5 പേര് കഴിഞ്ഞ 6-7 പേരുണ്ടെങ്കിൽ ഒരു പെർ ഹെഡിന് 200 രൂപ എന്നതാണ് കണക്ക്. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ സുഹൃത്ത് മാത്രമേ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് 1000 രൂപ കൊടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. വെൽക്കം ടു വാഴവന്തോൾ വാട്ടർഫാൾസിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളിനെ കണ്ടോ? നിർത്തിയിരിക്കുകയാണ്. പക്ഷേ അതൊരു സൂചന കൂടിയാണ്. കാരണം ഇവരൊക്കെ ഇവിടുത്തെ അന്തേവാസികളാണ്. ശ്രദ്ധിക്കുക. കുറച്ച് നോർത്ത് ഇന്ത്യൻസ് വന്നിരുന്നേ ഒരു വണ്ടിയിൽ. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസിൽ ഒരാൾക്ക് പെട്ടെന്ന് തിരികെ പോകേണ്ടി വന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ എന്തോ സംഭവിച്ചു, എന്തോ ഒരു ആക്സിഡൻറ്റ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഇവിടെ അടുത്ത ജംഗ്ഷനിൽ കൊണ്ടുവിടാൻ പോയാണ്. എന്തായി, അയാളെ വിട്ടോ? വിട്ടു. എവിടെ വണ്ടി കിട്ടിയോ? അദ്ദേഹത്തിന് വണ്ടി കിട്ടിയോ? 2024 നന്മമരാണ് കേട്ടോ. 2024 നമ്മുടെ ആദ്യത്തെ നന്മമരം അദ്ദേഹം സ്വയം അവകാശപ്പെടുകയാണ്. കാര്യം പറയാൻ വിട്ടുപോയി. എന്താണെന്നറിയോ? ഇദ്ദേഹം ഈ സ്വയം അവകാശപ്പെട്ടല്ലോ, നന്മമരം എന്ന് അവകാശപ്പെട്ടത് ഞാനത് അംഗീകരിക്കില്ല. എന്താണെന്നറിയോ? ഇവിടെ വന്നപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. ഇവിടെ ഭക്ഷണമൊന്നും കിട്ടില്ല, ഫുഡ് വാങ്ങിച്ചില്ല, ചാവുമെന്നുള്ളതുകൊണ്ടാണ് പോയത്. അപ്പോൾ ഭക്ഷണം കിട്ടില്ല. അപ്പോൾ എന്താണെന്നറിയോ? ഇദ്ദേഹം പറഞ്ഞത്, നമ്മൾ അവിടെ പോയി ഇദ്ദേഹത്തിനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് കിട്ടുമെങ്കിൽ എന്തെങ്കിലും വാങ്ങി വരാം എന്ന് പറഞ്ഞാണ് പോയത്. എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. 2 ബിസ്ക്കറ്റ് കിട്ടി. അയ്യോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക കേട്ടോ. എല്ലാവരും ഈ വരുന്നവർ, ഇപ്പോൾ നമ്മുടെ വിനുലാൽ പറഞ്ഞതുപോലെ കുറച്ച് മുമ്പ് ഞാനും പറഞ്ഞിരുന്നു, നിങ്ങൾ വരുമ്പോൾ ഈ 1000 രൂപ കൊടുക്കാൻ തയ്യാറാവുക. അതല്ലെങ്കിൽ 5 പേരടങ്ങുന്ന ഒരു പാക്കേജായിട്ട് വരിക. ഭക്ഷണം കരുതുക, വെള്ളം കരുതുക. പിന്നെ കൂടുതൽ പ്ലാസ്റ്റിക്, ചപ്പ് ചവറ്, മാലിന്യങ്ങളും കൊണ്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവർ വളരെ മനോഹരമായി ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. നമ്മുടെയും കൂടി ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വരുന്നൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മളത് സൂക്ഷിച്ച് വയ്ക്കേണ്ട നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതെ. അപ്പോൾ എന്തായാലും തീർച്ചയായും ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ട്. ആ ഫോം വാങ്ങുക, നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാവരും ദയവീത് ക്യാഷ് കൊണ്ടുവരാൻ നോക്കണം കേട്ടോ. ആ ഓഫീസിൽ DFOയ്ക്ക് ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. അവിടെ നിന്നിട്ട് ഒരു 800 മീറ്ററോളം ഉള്ളിലോട്ട് വരണം. ഇവിടെയാണ് വണ്ടിയുടെ പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങൾക്കൊരു ഭാഗ്യം കിട്ടി കേട്ടോ. സാധാരണ 1000 രൂപയാണല്ലോ ഒരാൾ, 5 പേരായാലും 1000 രൂപ കൊടുക്കണമെന്നാണ്. ഞങ്ങളങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു ഫാമിലി, അത് നമ്മുടെ ഷാജിച്ചേട്ടൻ്റെ ബന്ധുക്കളും കൂടിയാണ് എന്നുള്ളതാണ് സത്യം. നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല ഈ സമയത്ത് അങ്ങനെ അവരവിടെ എത്തും എന്നുള്ളത്. അവർ 5 പേരുണ്ടായിരുന്നു. അപ്പോൾ 5 പേരുണ്ടെങ്കിൽ അതിന് ശേഷം വരുന്ന ഓരോ ആൾക്കാർക്ക് 200 വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് 200 വെച്ച് പെർ ഹെഡ് 400 രൂപ കൊടുത്ത് ഞങ്ങൾക്കും അവരോടൊപ്പം വരാൻ പറ്റി എന്നുള്ളത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിങ്ങനെ യാദൃച്ഛികമായി സംഭവിച്ചതാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതങ്ങ് നടക്കുമെന്നുള്ളത്. ഏതെങ്കിലും തരത്തിലൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഈ പൗലോ കൊയ്ലോയുടെ ഒരു വാക്കുണ്ട്, കേട്ടിട്ടില്ലേ? നമ്മൾ ഒന്ന് മനസ്സിരുത്തി ആഗ്രഹിച്ചാൽ, അത് നാം ഒന്ന് ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ
ഈ പ്രപഞ്ചം മുഴുവൻ നമുക്കതിന് വഴിയൊരുക്കുന്ന. നമ്മൾ ഈ ടിക്കറ്റ് എടുക്കാൻ 5 പേരെ എങ്ങനെ തികയ്ക്കാം എന്ന ആലോചനയിൽ നിന്നപ്പോഴാണ് എൻ്റെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ ബന്ധുക്കളാണ് എല്ലാവരും വന്ന് ചാടിയതാണ്. നമ്മുടെ തിരുവനന്തപുരം നാവായിക്കുളം സ്വദേശികളാണ്. എൻ്റെ മാമയുടെ ഭാര്യ, മക്കൾ, ജ്യേഷ്ഠത്തി മക്കൾ. മാമ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാൻ വിളിച്ചു ചോദിക്കണം. ഇനി മാമി ഒറ്റയ്ക്ക് മുങ്ങിയതാണോ എന്നും കൂടെ തിരക്കേണ്ടതുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ വരുമ്പോൾ ഇതൊക്കെയാണ് ഒരു നല്ല സമയം. ഈ ഡിസംബർ ജാനുവരിയൊക്കെ റെയിനി സീസണാണ്. അതായത് ഒരുപാട് റെയിനുള്ള സമയമല്ല, എന്നാൽ തീരെ ഇല്ലാത്ത ടൈം ആകാൻ പാടില്ല. നല്ല ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കിതിൻ്റെ ശരിക്കുള്ള ആ ഭംഗിയൊന്നും ഇവിടെ ആസ്വദിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ അരുവികളിലൊക്കെ ഇത്രയും നല്ല തെളിർമയാർന്ന വെള്ളം ഒഴിക്കണമെങ്കിൽ ശരിക്കും ആ ഒരു സീസണിൽ തന്നെ നാം ഇവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമയവും സ്ഥലമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. പാറയും കല്ലും വെള്ളവും അതൊക്കെ ഒന്ന് കാണണമല്ലോ. നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി. ശരിക്കും നല്ല രസമാണ് കേട്ടോ. 2.5 കിലോമീറ്റർ നടക്കാണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ഞങ്ങളൊരു 200-300 മീറ്റർ പോലും ആയിട്ടില്ല. എന്നാലും അത് ഒഴിവാക്കാൻ കഴിയുന്നില്ല. എന്ത് രസമാണെന്ന് നോക്കിയേ. തീർച്ചയായിട്ടും നിങ്ങൾ ആരും ഈ ഒരു ട്രിപ്പ് ഒഴിവാക്കരുത്. അപ്പോൾ കഴിയുന്നവർ മാക്സിമം എല്ലാവരും ഈ മാസമോ അടുത്ത മാസമൊക്കെ തന്നെ ഇതൊന്ന് വന്ന് കാണാൻ ശ്രമിക്കണേ. ഈ പാറയുടെ പുറത്തെ ആരോ കൊടുത്തിട്ടുണ്ട്, ആരോ മാർക്ക്. ചില സ്ഥലങ്ങളിൽ നമുക്ക് റൈറ്റോ ലെഫ്റ്റോ എന്നൊരു സംശയം ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ടായിരിക്കും. കണ്ടോ, പാറപ്പുറത്ത് മഞ്ഞ കളറിൽ ആരോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഒരു അപകട സാധ്യത കാണുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 1-2 സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടു. ഇത് കണ്ടോ, ഈ മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീണിരിക്കുകയാണ്. നമ്മളീ പോകുന്ന വഴിയുടെ സമീപത്താണ്ടോ മണ്ണിടിഞ്ഞ് ശരിക്കും മരവുമൊക്കെ മറിഞ്ഞ് വീണിട്ടുണ്ട്. നോക്കി. അപ്പോൾ മണ്ണ് ഇടിഞ്ഞിടത്തുകൂടി വെള്ളമൊലിച്ചിട്ട് ആ ഇടിഞ്ഞ ഭാഗത്തുകൂടി വെള്ളമൊലിച്ചു വന്നു. അപ്പോൾ ഇനിയും കൂടുതൽ അതിന് അടിവശത്തുള്ള മണ്ണൊലിച്ച് പോകുമ്പോൾ മുകൾ ഭാഗത്ത് നിന്ന് വീണ്ടും ഇടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആകണം കേട്ടോ. ഇവിടെ നിന്ന് ഒരു 3 മണിയോടുകൂടി തന്നെ എല്ലാവരെയും പുറത്താക്കും. എങ്കിലേ ഒരു 5 മണിയോടുകൂടി എല്ലാവരും ഇവിടെ നിന്ന് ഔട്ടാവുള്ളൂ. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അപകടത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ വന്യമൃഗങ്ങളൊക്കെ ഉള്ളതല്ലേ. ഒരു ചേച്ചി ഇവിടെ നിൽപ്പുണ്ട്. അവർ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്നതാണോ എന്നറിയില്ല. ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ഫോറസ്റ്റിൻ്റെയോ. പക്ഷേ കാഴ്ചയിൽ ഈ പ്രദേശവാസിയാണ് എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അവരോടൊന്ന് ചോദിക്കാം. കാരണം ഇവിടെ ഹാൾട്ട് ചെയ്യുന്ന ആളാണോ, എത്ര മണി വരെ ഇവിടെ ഡ്യൂട്ടി ഉണ്ടാകും, ഇവരുടെ പാക്കേജ് എങ്ങനെയെന്നൊക്കെ ചോദിക്കാൻ പറയുമോ എന്നറിയില്ല. കാരണം അതൊന്നും ലീഗലല്ലല്ലോ എല്ലാം പുറത്ത് പറയുന്നത്. ആ പാവത്തിന് മഴ നനയാതിരിക്കില്ല, മഴയും വെയിലും കൊള്ളാതിരിക്കാനാണ് ഇങ്ങനെ ഒരു സംവിധാനം. പക്ഷേ ചേച്ചി, ഇത് മഴ നനയാതിരിക്കാനാണോ? ആണോ? ഓക്കെ, ചേച്ചി പറയുന്നത് മഴ നനയാതിരിക്കാനാണെന്നാ. കണ്ടോ എത്രത്തോളം അത് പ്രാവർത്തികമാകും എന്ന് കണ്ടറിയുന്നു. പക്ഷേ വേറൊരു കാര്യം കേട്ടോ, നല്ല കുടുംബത്തിൽ പറഞ്ഞ ചേച്ചിയാ. എന്താണെന്നറിയോ, അവരുടെ ആ ഭാഗമൊക്കെ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. തൂത്ത് തുടച്ച് വൃത്തിയാക്കി. നമ്മുടെ ആ വീട്ടിൽ ശരിക്കും നമ്മുടെ ആ പഴയ തറവാട് മുറ്റത്ത് ചെന്ന് കയറുന്ന ഒരു പ്രതീതിയാണ് നമ്മുടെ ചേച്ചിയെ കാണുമ്പോഴും. അതുപോലെ തന്നെ ആ ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ. ചേച്ചിയുടെ പേരെന്താ ചേച്ചി? കുഞ്ഞിദേവി. ഇവിടെയാണോ സ്ഥലം? അല്ല, വലിയ കാലം. ചേച്ചി ഡിപ്പാർട്ട്മെന്റിൽ പെർമനന്റ് സ്റ്റാഫാണോ അതെ ഡെയിലി വേജസ് ആണോ? ഡെയിലി വേജസ് ആണോ? ഡെയിലി ഇല്ല, ഇപ്പൊ ഒരു ടേണാക്കി വെച്ചിരിക്കുകയാണ്. 7 പേര് ഒരു ടേണിന് 7 പേര്. എല്ലാ ദിവസവും ഇല്ല. കഴിഞ്ഞ ആഴ്ച വന്ന് പിന്നെ ഇന്ന് ഞങ്ങൾക്ക് 7 പേർക്ക് ഞായറാഴ്ച അങ്ങനെ ഷെഡ്യൂൾ ചെയ്തു.
ടൂറിസ്റ്റുകളുടെ തിരക്ക് ഇപ്പം എങ്ങനെയാണ്? ഇപ്പൊ ആദ്യമേ കുറെ എണ്ണം പോയി 10-50 ആൾക്കാർ പോയെന്ന് തോന്നുന്നു ഒരു ടീമിൽ. ഇപ്പൊ ഒരു 5 പേരെ കണ്ട പോയി. ഇപ്പൊ കൂടുതലാണ് ആൾക്കാർ വരവ് കൂടുതലാണ്. ഇന്ന് കുറവാണ്. ഇന്ന് കുറവാണ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇഷ്ടം പോലെ ആളുണ്ട്. കാലാവസ്ഥ ഇതിപ്പോ എങ്ങനെയാണ്? ഇപ്പോഴത്തെ കാലാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ മഴയുണ്ടായിരുന്നു. ഇന്ന് പറയാൻ പറ്റൂല. ഇന്നിപ്പോ നല്ല കാലാവസ്ഥയാണ് അല്ലേ? ശരിക്കും നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാലം. അവിടെ നല്ല കുളിക്കാൻ നല്ല ഇതാണ്. വെള്ളമുണ്ടല്ലേ ഒരുപാട്? വെള്ളമുണ്ട്, ആവശ്യത്തിന് വെള്ളം. എത്ര ഗൈഡുണ്ട് ഇങ്ങനെ നമുക്ക് പോകുന്ന സ്ഥലത്ത്? ഇനി എന്നെ കൂടാതെ ഒരു 4 പേര് കൂടെ കണ്ടു. അപ്പൊ ഇത്തിരി ദൂരം ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഇനി നടന്നു പോകാൻ. ഇനി അതുകൊണ്ട് അപ്പുറത്ത് അവിടെ ഒരു ബോർഡ് ഇരിപ്പുണ്ട്. അവിടെ ചെല്ലുമ്പോൾ 1 മീറ്റർ 1 കിലോമീറ്റർ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വന്നു. ശരി ചേച്ചി, പോയിട്ട് വരാം. പോയെന്ന് കറങ്ങിട്ട് വരാം. അവിടെ വെച്ചിട്ടുണ്ടേ നേപ്പിളസ് എലഫന്റ് ആപ്പിൾ, മലമ്പുന്ന. അതിന്റെ ശാസ്ത്രീയ നാമമൊക്കെ ഉണ്ട്. വായിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടും. വായിച്ചിട്ട് വെറുതെ കമന്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് തന്നെ പണി തരണ്ട എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആരും ഒന്നും പറയുന്നില്ല. ഇവരും വരുമ്പോൾ നല്ല ഷൂ, ബ്രാൻഡഡ് ഷൂ എന്തെങ്കിലും ധരിച്ചിരിക്കണം കേട്ടോ. ഷൂവോ ചെരുപ്പോ എന്തോ ആയിക്കോട്ടെ, അത് ഇച്ചിരി സ്ട്രോങ് ആയിരിക്കണം. കാരണം ഈ ചെറിയ ചെറിയ കല്ലും ചെളിയും വെള്ളവും ഒക്കെ നിറഞ്ഞ പ്രദേശമല്ലേ. ചെറിയ അട്ട ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നല്ല, അട്ടയുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാലിൽ ധരിച്ചിരിക്കുന്ന സാധനം ഇച്ചിരി നന്നായിരിക്കണം. ഇതാ കണ്ടോ, പാറയാണ് മൊത്തം. പാറയും മണ്ണും കല്ലും ചെളിയൊക്കെയാണ്. ചെളിയും മണ്ണൊക്കെ കുറവാണ് കേട്ടോ, പാറയുണ്ട്. പിന്നെ നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ചെളി കെട്ടാനും സാധ്യതയുണ്ട്. അങ്ങനെ ഇനി 1.5 കിലോമീറ്റർ ഉണ്ട്. 1.5 കിലോമീറ്റർ ഉണ്ടെങ്കിലും സർക്കാർ നമുക്ക് തരുന്ന മുന്നറിയിപ്പ് ലുക്ക് വിത്ത് ഓപ്പൺ ഐസ് എന്നാണ്. ആൻഡ് യു വിൽ സീ ദ ബ്യൂട്ടി ഓഫ് ദ വാട്ടർഫാൾ. തീർച്ചയായിട്ടും ഞങ്ങൾ 2 കണ്ണും, 2 കണ്ണല്ല, ഇപ്പൊ ഞങ്ങൾ 4 കണ്ണും 4 കാതും തുറന്നു വെച്ചിരിക്കുകയാണ്. ക്യാമറയ്ക്ക് 2 3 ഉണ്ടെന്ന് തോന്നുന്നത്. അതെല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ ഒരു 7 കണ്ണായി. ഇതാ ഒരു മരം കണ്ടോ വീണിട്ട് ദ്രവിച്ച് ശരിക്കും അത് വർഷങ്ങളായി കാണും അല്ലേ. ഇത്രയും നല്ല ഒരു മീൻസ് വലിയൊരു മരം ഇങ്ങനെ ദ്രവിച്ചു പോകണമെങ്കിൽ എത്ര കാലം പഴക്കമുണ്ടാവും? പ്രകൃതിയോട് തന്നെ അത് അലിഞ്ഞു ചേരുകയാണ്. കുറച്ച് വർഷം കഴിഞ്ഞ് ഉണ്ടാവണമെന്നില്ല. അതല്ല ബിനുഭായ്, ഇതിപ്പോ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കും, നമ്മൾ കാണും ചിലപ്പോൾ വലിയ നല്ല പഴക്കം ചെന്ന വിലയുള്ള തടികളൊക്കെ അവിടെ കിടപ്പുണ്ട്. നമ്മൾ ആദ്യം ഒന്ന് കണ്ടല്ലോ. പിന്നെ അതല്ലാതെ നമ്മുടെ കാഴ്ചയിൽ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇവിടെ നിന്ന് ഈ റോഡിലെത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു ചിലവാണ്. അപ്പോൾ ഈ തടിയേക്കാൾ കൂടുതൽ പണം ചെലവഴിച്ചാൽ ഇതിനെ നമുക്ക് ഒരു ഫലവത്താക്കി എടുക്കാൻ പറ്റൂ. അതൊക്കെ ആകണം. ഇതുപോലെ തന്നെ അഗസ്ത്യാർ മലയിലൊരിക്കൽ ഞങ്ങൾ പോയപ്പോൾ കണ്ടതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അല്ലെങ്കിൽ 10 നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തടികൾ വെറുതെ കിടന്ന് നശിച്ചു പോവുകയാണ്. കാരണം അവർക്ക് അവിടെ നിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ നിന്ന് വേറൊരു മാർഗ്ഗമില്ല. അത് നശിച്ചു പോവുക എന്നത് തന്നെ ഉള്ളൂ അതിന്റെ മുന്നിൽ കാണുന്ന ഓപ്ഷൻ. ഇനി നമ്മൾ ഇത്രയും ദൂരെ വന്നിട്ട് ഇനി ഇവരെ കാണാതെ പോകണോ മോശമല്ലേ? ഇതാ കണ്ടോ, കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നില്ലേ, നമ്മുടെ പാദരക്ഷകർ, നമ്മുടെ പാദങ്ങളെ സംരക്ഷിക്കേണ്ടവർ കരുത്തുള്ളവരായിരിക്കണം. അതിൽ ഒരു വെട്ടുവീഴ്ചയും ആകരുത് കേട്ടോ. വരുന്നവരോടുള്ള അഭ്യർത്ഥനയാണ്. സാധാരണ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കണ്ടിട്ടുള്ളത് എല്ലായിടങ്ങളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അതുപോലെ തന്നെ മദ്യക്കുപ്പികൾ, അതല്ല എങ്കിൽ നമ്മുടെ ലേസ് പോലുള്ള ജങ്ക് ഫുഡ്സിൻ്റെ കുറേ കവറുകൾ. പക്ഷേ ഇവിടെ ഇതുവരെ ഞങ്ങൾ ഒരു പേപ്പർ തുണ്ട് പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. സഞ്ചാരികൾ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. പിന്നെ പാവം നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ചേച്ചിമാരൊക്കെ ശരിക്കും അവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകണം. ഇത് കണ്ടോ, ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഈ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ഇപ്പോൾ ഈ സൈഡിൽ ഉള്ള ആറുണ്ടല്ലോ, ആ അരുവി വറ്റിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് നമ്മൾ വെക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ മുൻകാലങ്ങളിൽ ഇതായിരിക്കണം അരുവി പോയിരുന്ന വഴി അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം 4 സൈഡും പാറയും നല്ല ഇറക്കവും ആ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന രീതിയിലുള്ള ഇതുമാണ്. നോക്കിയേ, വെള്ളം വറ്റിയിട്ട് എനിക്ക് തോന്നുന്നു ഈ പുഴ മാറി ഒഴുകാറുണ്ടല്ലോ. കാലങ്ങൾ കൊണ്ടാണല്ലോ എല്ലാത്തിനും മാറ്റം സംഭവിക്കുക. ഇവിടെയും അത് തന്നെയാകണം സംഭവിച്ചത്. ഇത് കൃത്യമായും ഇതുവഴി ആയിരുന്നിരിക്കണം പുഴ ഒഴുകിയിരുന്നത്.
നിങ്ങളെ എന്താ പേര്? ലക്ഷ്മി. ശശികല. ഇവിടെ അടുത്ത് തന്നെ താമസം എവിടെയാ? 1 കിലോമീറ്റർ ദൂരെയാണ്. നിങ്ങളെങ്ങനെയാ ഡെയിലി വേജസ് ആണോ? എന്നും വന്നു പോകുന്നതാണോ? അതെ, പെർമനൻ്റ് ആണോ? അല്ല. ഇത് നിങ്ങളൊക്കെ നിങ്ങളെ നിയമിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണോ ടൂറിസം വകുപ്പാണോ? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ, ഓക്കെ. എത്ര മണിയുണ്ട് ഡ്യൂട്ടി? ആണെങ്കിൽ ഇനി എത്ര പേരുണ്ട് ഡ്യൂട്ടിയിൽ ഇപ്പം മുന്നോട്ട്? 6 പേരുണ്ട്. ഇനി 2 പേരുണ്ടോ? ഇനി അങ്ങോട്ട് ഉണ്ടാവും. 3 പേരുണ്ട്. ശരി, നടന്നിട്ടോട്ടെ. താങ്ക് യു. ഓ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, സത്യത്തിൽ ഈ എന്താ പറയുക, ക്യാമറ ഓഫ് ചെയ്യണമെന്ന് കരുതും, പക്ഷേ കഴിയുന്നില്ലെന്നേ. എന്ത് രസമുള്ള സ്ഥലമാണെന്നറിയാം. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം കൂടെ വന്നാലെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി വരണമെന്നുണ്ട്. പ്രത്യേകിച്ചും ആ കുട്ടികളെയൊക്കെ ഒന്ന് കൊണ്ടുവന്നാൽ നന്നായിരിക്കും. അവരെ കൊണ്ടുവരണമെങ്കിലേ ഇത്രയും ദൂരം നടക്കണ്ടേ, അതും ഒരു വിഷയമാണ്. എന്തായാലും നമ്മുടെ മാമിയും കുടുംബമൊക്കെ നമുക്ക് മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികളൊക്കെ എൻജോയ് ചെയ്യണം. ഇനിയുണ്ടോ ദൂരം? വെള്ളച്ചാട്ടം എത്തിയിട്ടില്ല കേട്ടോ. എന്തായാലും നിങ്ങൾ ഇവിടം വരെ വന്നാലേ അല്പം വെള്ളച്ചാട്ടം കണ്ടോളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പാദരക്ഷകൾ സേഫ് ആക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. നമ്മുടെ കുട്ടികളെ കടിച്ചിട്ടുണ്ട്. അത് ശരിക്കും കുറച്ച് സമയം ഇവിടെ റെസ്റ്റ് എടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ബാറ്ററി 20% ആയിപ്പോയി. അപ്പോൾ ഇവിടെ സത്യത്തിൽ ഇവിടെ നല്ല ഒരു കുറച്ച് സമയം നമുക്ക് ഈ 1 കിലോമീറ്റർ, നമ്മൾ 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. 1.5 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നു വന്നു. അപ്പോൾ ഇനി 1 കിലോമീറ്ററാണ് ഇവിടെ ബാക്കി കാണുന്നത്. അപ്പോൾ ആ 1.5 കിലോമീറ്റർ നടന്ന ക്ഷീണത്തിൽ റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നമുക്കിവിടെ ശരിക്കും അത് അവർക്കും അറിയാം. കാരണം നമ്മുടെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി വേസ്റ്റ് ബിന്നൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഗൈഡുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് തുടങ്ങാം അല്ലേ. അടുത്ത സ്റ്റെപ്പാണ്. ഇനി കറക്റ്റ് 1 കിലോമീറ്റർ ഉണ്ട്. അതൊരു ദുർഘടം പിടിച്ച പാതയാണെന്ന് നമ്മുടെ ഗൈഡ് പറഞ്ഞു. നോക്കാം. ആഹാ, നമ്മുടെ ബിനുബായി വിട്ടു പോകുന്നുണ്ട് കേട്ടോ. ഹലോ, നമ്മുടെ ബിനുബായി അതാ പാറമടയിലൊക്കെ ചാടിക്കയറുന്നുണ്ട്. ഹലോ 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 ബിനുബായ്, എങ്ങോട്ടാ പോണേ? ഇതുവഴിയോ? സ്റ്റെപ്പോ? ഇതോ? എന്റെ പൊന്നെ, ഞാനില്ല ബായി, 2 മക്കളുടെ അച്ഛനാ. ഹലോ, ഇതൊന്ന് ചോദിച്ചിട്ട് പോവാന്നേ. ഇതായിരിക്കില്ല വഴി. ഇതാണോ വഴി? 1 കിലോമീറ്റർ ഇത് ഉയർ പോവോ? എന്തായാലും നമ്മുടെ ബിനുബായിയുടെ വാക്കുകൾ കേട്ട് കയറുകയാണ് കേട്ടോ. ആ ഗൈഡിനോട് ചോദിച്ചിട്ട് പോയാ പോരെ? ഇത് തന്നെയാണോ വഴി? എന്തായാലും വളരെ അതിമനോഹരമായ സാഹസികമായ ഒരു വഴിയാണ് കേട്ടോ. ഈ തിരുവനന്തപുരം ജില്ലയിലെ ഒരു 10-40 കിലോമീറ്റർ നമുക്ക് ചുറ്റളവിൽ ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചിട്ടും ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ റിയൽ ലൈഫിൽ കഴിഞ്ഞിട്ടില്ല. ബോണക്കാടൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ബോണക്കാട്, അഗസ്ത്യാർ മലയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉള്ള കാര്യം ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല. ഉണ്ടായിരുന്നു? ഇല്ല. ബിനുബായിക്ക് ഞാൻ ഈ അടുത്ത കാലത്താണ് ഇതിനെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആരും ഇത് ഒഴിവാക്കരുത്. നിങ്ങളെ എന്താ പേര്? ശ്രീകല. എവിടെയാ താമസം? വലിയ കാല. ഇവിടെ അടുത്ത് തന്നെയാണോ?
ഞങ്ങൾക്കിത് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ബോറായിരിക്കും അല്ലേ? എന്നും എന്നും ഇവിടെ വന്നിങ്ങനെ കുറ്റിയടിച്ച് നിൽക്കണ്ടേ? ഡെയിലി വേജസ് ആണോ? ആൾക്കാർ വരുമ്പോൾ മാത്രം. ഇനി എത്ര മണി വരെ ഉണ്ട് ഡ്യൂട്ടി? എല്ലാവരും ഇറങ്ങിയാലേ പോകും. എന്നാലും ഒരു 3 മണി 4 മണി വരെയൊക്കെ ഉണ്ടാവും. 4 മണിക്കൊന്നും ചിലപ്പോൾ 3:30 സമയം ഉണ്ടാവും. ശരി. ഭക്ഷണമൊക്കെ കഴിച്ചോ? അതെ കൊണ്ടുവന്നോ? കൊണ്ടുവന്നു. വിനുഭായി എന്താണ് ഫീല്? ഒരു രക്ഷയില്ല, കഴിച്ചിട്ട് ഒരു രക്ഷയില്ല, അടിപൊളി. ശരിക്കും ഇപ്പം ഭയങ്കരമായിട്ടുള്ള എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഒരു നമ്മുടെ ക്ഷീണമൊക്കെ മറന്നുകൊണ്ട് എൻജോയ് ചെയ്യുന്ന അവസരം. സത്യം. ഇനി ഞങ്ങൾ വരും കേട്ടോ, സത്യമായിട്ടും വരും. വിനുഭായി നമുക്ക് നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ടുവരണം അല്ലേ? തീർച്ചയായിട്ടും ഇത് ഫാമിലിയൊക്കെ കൊണ്ടുവരണം കേട്ടോ. ഞങ്ങൾ കാരണം ഇത്രയും തൊട്ടടുത്ത് കിടന്നിട്ട് നമ്മൾ ഒരുപാട് പൈസ ചിലവഴിച്ച് ദൂര സ്ഥലങ്ങളിൽ യാത്ര പോകുന്നവരാണ്. സത്യത്തിൽ അതൊരു മണ്ടത്തരം തന്നെ. മണ്ടത്തരം എന്ന് പതുക്കെ പറഞ്ഞാൽ പോരാ. എന്താ വിനുഭായി? ഈ കൈക്കുഞ്ഞുങ്ങളുള്ളവർ അധികം വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതെ അതെ. ഒരു 2.5 കിലോമീറ്റർ നടക്കാൻ മനസ്സുള്ളവരും ആരോഗ്യമുള്ളവരുമാകണം. അത് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത് കൈക്കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അവർക്ക് വരാൻ താല്പര്യം ഉണ്ടാവും, അമ്മമാർക്കൊക്കെ. കൈക്കുഞ്ഞുമായിട്ട് അതൊന്നും കുഴപ്പമില്ല, കുഞ്ഞല്ലേ എന്നൊക്കെ കരുതും. പക്ഷേ അത് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ചെറിയ പാറമടയുണ്ട്, അതുപോലെ തന്നെ ഇതൊരു ശരിക്കും വനം തന്നെയാണ്. ശരിക്കും വനം തന്നെയാണ്. അതിൻ്റേതായ ഭീകരത ഇവിടെ ഉണ്ട്. കാരണം വന്യമൃഗങ്ങളെല്ലാം അധിവസിക്കുന്നു എന്നുള്ളത് 101% ഉറപ്പാണ്. ഇപ്പോൾ എപ്പോഴും ജനസഞ്ചാരം ഉള്ളത് കൊണ്ടാകാം ഈ പരിസരത്തൊന്നും അവരെയൊന്നും ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരോടും കൂടി പറയുകയാണ്, ആരും ഇത് കാണാതിരിക്കരുത്, വരാതിരിക്കരുത്. ഞങ്ങളുടെ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. അതായത് ശരിക്കും തളർന്നു കേട്ടോ. അവസാനത്തെ 1 കിലോമീറ്റർ ഇനിയുണ്ട്. ഒരു 750 മീറ്റർ ഞങ്ങൾ ആയിട്ടുള്ളൂ. ഇനിയും ഒരു 250 മീറ്റർ കൂടി നമ്മുടെ പാർട്ടിലേക്കുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ഇത്. പ്രതീക്ഷിക്കാതെയുള്ള ഞങ്ങളുടെ വരവും പിന്നെ കുറേ കാലമായിട്ട് തടിയനങ്ങാതെയുള്ള ജോലിയൊക്കെ ആണല്ലോ. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ കിതപ്പും ക്ഷീണമൊക്കെ. ശരിക്കും എനിക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല. ഈ ചെറിയ മനുഷ്യനല്ലേ, വണ്ണം കുറവുള്ളത് കൊണ്ട് വലിയ ഫീലില്ലാന്ന്. വെറുതെയാണ്. കാരണം ഞാൻ ഈ അലയ്ക്കുന്നത് കൊണ്ടാണ് ആ കിതപ്പ് ഫീൽ ചെയ്യുന്നത്. ഈ മനുഷ്യൻ മിണ്ടാതിരിക്കുന്ന കണ്ടാ ഒന്ന് സംസാരിക്കാൻ കൊടുത്തപ്പോൾ അറിയാമല്ല. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഒരു മരം വഴിയിൽ ബ്ലോക്കായി കിടക്കുക അത്രേ, തടി. അപ്പോൾ അത് മുറിച്ചു മാറ്റാൻ കട്ടറുമായിട്ട് പോവുകയാണ്. ഇവരാണ് ഇതിന് ശരിക്കുമുള്ള ഇവിടുത്തെ സംരക്ഷകർ, വനസംരക്ഷകർ. അവരുടെ കണ്ണും കാതുമൊക്കെ തുറന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും സുരക്ഷിതമായി ഇവിടെ പോകുന്നതും വരുന്നതും ആസ്വദിക്കുന്നതുമെല്ലാം. അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാതെ വയ്യ. ചേട്ടാ വയ്ക്കോ. ഇവർ രണ്ടുപേരുമാണ് നമ്മൾ വന്നപ്പോൾ അവിടെ കൗണ്ടറിലുണ്ടായിരുന്നത്. കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചു അവർ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും നടത്തുന്നതൊക്കെ. ഇത് കണ്ടോ, വലിയൊരു പാറയെ. ഇതിന് താഴെയുള്ള മണ്ണ് ഒലിച്ച് പോയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും വീഴും എന്ന് വിചാരിക്കേണ്ട. കാരണം എന്താണെന്നറിയോ? ഇതായ നോക്ക്, നമ്മുടെ ഒരു മാമൻ ഇവിടെ തള്ളി വെച്ചിട്ടുണ്ട്. നോക്കി, അദ്ദേഹം കരുതുന്നത് എന്താണെന്നറിയോ? അതെ, ഞാനാ ഈ തള്ളി നിർത്തിയിരിക്കുന്നെന്നാ. അത് മനുഷ്യരുടെ ഇടയിലും ഉണ്ടല്ലോ. നോക്ക് നോക്ക്, ഇതാ ആരെ കൊടുത്തിരിക്കുന്നുണ്ടോ? ഇങ്ങനെ പോണം കേട്ടോ വഴി വരുന്നവരൊക്കെ. ഇതാ, ഓ ഇത് രസം നോക്കി, പാറയ്ക്കുള്ളിൽ. ഓ
വെറുതെ അല്ല കേട്ടോ, നമ്മുടെ വീരപ്പൻ ചേട്ടനൊക്കെ വർഷങ്ങളോളം കാട്ടിനകത്ത് ഒളിച്ചിരുന്നത്, ആർക്കും പിടികൊടുക്കാതെ. ആ നോക്കിയേ, ആർക്കും വരാനും പറ്റില്ല. ഇവർക്ക് കാടിനറിയുന്നവർക്ക് മാത്രമേ ഈ കാട് അറിയൂ. ആ ചേട്ടാ നിങ്ങളുണ്ടല്ലേ, 3 പേരുണ്ടോ? അല്ല മരം മുറിക്കാൻ പോയത്, വഴി മുറിക്കാനാ? ഗാർഡാണ്. ആ ഇവിടുത്തെ. ഓക്കെ ഉണ്ടോ? ഓ കണ്ണാടി അപ്പ്. ആ നോക്കിയേ, ഒരു ശരിക്കും നമ്മൾ ആ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഒരു ഗുഹ അല്ലേ? നോക്കൂ, മണ്ട തുറന്ന്. ഇതാരാണ് ചേട്ടാ ഈ തുറന്ന് ഹോളിനകത്ത് അവരൊക്കെ ആരൊക്കെ ഇരിക്കുന്ന? എലിയോ പാമ്പോ? അറിയാൻ പറ്റില്ല കേട്ടോ, ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. നോക്കിയേ. ആ അതിനിടയ്ക്ക് നമ്മുടെ നോക്ക് കലാകാരന്മാരൊക്കെ ഉണ്ട് കേട്ടോ, വരച്ചിരിക്കുന്നുണ്ടോ? എന്ത് ഭംഗിയായിട്ട് വരച്ചിരിക്കുന്നത് നോക്കിയേ, കലാകാരന്മാരുണ്ട്. ആ ഈ ഹോളുകളിൽ എന്താണെന്നുള്ളത് സൂക്ഷിക്കണേ. ഉണ്ടോ? ഇതൊരു തുരങ്കമാണ്. തുരങ്കം എന്ന് പറയാൻ പറ്റില്ലേ, എന്താ പറയുക, ഗുഹ. ഗുഹ, യെസ്. സത്യത്തിൽ മണ്ടത്തരം കാണിച്ചു. എന്താണെന്നറിയോ, ഞങ്ങൾ കുറച്ച് വീഡിയോ ആദ്യമേ ഷൂട്ട് ചെയ്തു. അങ്ങനെയാണ് ബാറ്ററി ഡൗൺ ആയത്. അത് മണ്ടത്തരമായിപ്പോയി. ഈ അവസാനത്തെ 1 കിലോമീറ്ററാണ് എന്ന് പറഞ്ഞ് നമുക്കൊന്നും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, കാണിക്കാതിരിക്കാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല. വളരെ മനോഹരമായ സ്ഥലം. അങ്ങനെ നമ്മൾ 750 മീറ്റർ പിന്നിട്ടു. ഇനി 250 മീറ്റർ മാത്രമാണ് അവസാനത്തെ 1 കിലോമീറ്റർ. ഇതാ പാറകൾ വഴുക്കലുള്ളതിനാൽ പുഴയിലിറങ്ങുന്നത് അപകടം. കണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ശരിക്കും നമ്മൾ ഫോളോ ചെയ്യണം കേട്ടോ. ഇവിടെ ചിലരൊക്കെ വന്നിട്ട് അനുസരണ വളരെ കുറവായിരിക്കും. ചില ആ ചെറുപ്പത്തിൻ്റെ തിളപ്പുമൊക്കെയായി ചില കുട്ടികളൊക്കെ വരുമല്ലോ, അവരെല്ലാം വന്നിട്ട് മദ്യപിക്കും, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ കൃത്യമായി അവരെ ഫോളോ ചെയ്ത് പോയാൽ ഒന്നും സംഭവിക്കില്ല. വളരെ ഭംഗിയായിട്ട് അവരെ നമ്മളെ കാത്തു സംരക്ഷിക്കാനൊക്കെ അവിടെ ആൾക്കാരുണ്ട്. നാം നമ്മളെ തന്നെ സൂക്ഷിക്കുക. അങ്ങനെ 250 മീറ്റർ നമ്മൾ അടുക്കാറായി. ആഹാ, അങ്ങനെ നാം ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തി. എൻ്റെ കഴിഞ്ഞ വ്ളോഗ് നിങ്ങൾ കണ്ടിരുന്നോ? ആ വ്ളോഗിൽ ഞങ്ങൾ കുറ്റാലത്ത് പോയിരുന്നു. തെങ്കാശി, അതായത് ട്രെയിൻ സർവീസിലായിരുന്നു. പുനലൂരിൽ നിന്ന് തെങ്കാശി, പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയിൽ നിന്ന് തെങ്കാശി, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അവസാനം ഞങ്ങൾ എന്ത് ചെയ്തു, ചെങ്കോട്ടയിൽ ചെന്നിട്ട് ബസ്സിൽ കുറ്റാലത്ത് പോയി ഇല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾ കണ്ടു ഇതുപോലുള്ള വെള്ളച്ചാട്ടം തന്നെയാണ്. പക്ഷേ ഇത്രയും ദൂരെയും പോകണം, ഭയങ്കര ക്രൗഡായിരുന്നു, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ വളരെ മനോഹരമായ ഒരു സ്ഥലവും ഒരു വെള്ളച്ചാട്ടവും, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷേ അവധി ദിവസങ്ങളിലൊക്കെ കൂടുതൽ ആളുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ഇന്ന് വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ടാണ് കുറവെന്ന് അവർ പറയുന്നത്. എന്നിരുന്നാൽ കൂടി ഇതാ നോക്കിയേ, വളരെ മനോഹരമാണ്. നമുക്ക് ഒരുപാട് സമയം ഇവിടെ ചിലവഴിക്കാൻ പറ്റും. പക്ഷെ വരുമ്പോൾ എല്ലാവരും രാവിലെ വരണേ. കാരണം ഞങ്ങൾ ഈ വ്ളോഗ് എടുത്തെടുത്തപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 2 മണിയായില്ലേ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിറങ്ങേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ വരിക, വന്നുടനെ തന്നെ ടിക്കറ്റ് എടുക്കുക, സമയം ഒട്ടും പാഴാക്കാതെ നേരെ ഫാൾസിലേക്ക് നടന്നു വരിക. ഓക്കെ. എല്ലാവരും വരുമ്പോൾ 2 കുപ്പി വെള്ളം കരുതിയിരിക്കണേ. ഞങ്ങൾ 2 കുപ്പി വെള്ളം കൊണ്ടുവന്നു, 2 കഴിഞ്ഞു. 2 പേരേ ഉള്ളൂ. അപ്പോൾ 5 പേരുണ്ടെങ്കിലോ ശരിക്കും കിതയ്ക്കുന്നില്ലേ? ആ കിതപ്പിന് അന്ത്യമായി കേട്ടോ. ഇവിടെ എത്തി. വളരെ മനോഹരമായ സ്ഥലം, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇവർ മുഴുവൻ ഇന്ന് ഒരു ബസ്സിൽ, ടൂറിസ്റ്റ് പാക്കേജാണെന്ന് തോന്നുന്നു. നോക്കിയേ, വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. അപകടം കൂടെ തന്നെ ഉണ്ട്. കുട്ടികളെയൊക്കെ കൊണ്ടുവരുമ്പോൾ വളരെ ശ്രദ്ധിച്ചു കൊണ്ടുവരിക. ഇതാ ഇവിടെ എങ്ങും വന്നെന്ന് നോക്കാൻ പാടില്ല. നോക്കിയേ, ഡ്രസ്സിങ് റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സിങ് റൂം മെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ഉണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് കുളിക്കാം, ഡ്രസ്സ് മാറാം, എൻജോയ് ചെയ്യാം. ഓക്കെ.
നമ്മുടെ മാമൻ്റെ കുട്ടികൾ നമുക്ക് മുന്നേ എത്തി. അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് അവരുടെ ട്രിപ്പ്. നമ്മുടെ മാമി താടിയിൽ കൈയും കൊടുത്ത് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കുട്ടികളുടെ കുളിയും ആസ്വദിച്ച്. എന്തായാലും വളരെ മനോഹരമായ ഒരു സ്ഥലം. വളരെ ക്രൗഡ് വളരെ കുറവുണ്ട്. ഒരുപാട് നേരം നമുക്ക് വളരെ ശാന്തമായി ഇവിടെ ഇരുന്ന് കുളിച്ച് എൻജോയ് ചെയ്ത് നമുക്ക് മടക്കയാത്ര ആരംഭിക്കാം. ഗേസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്ന ഷാജു ബ്രോ. ഞാൻ കുളിക്കാൻ ഇറങ്ങിയില്ല, പക്ഷേ ഷാജുട്ടൻ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ചെറിയ പനിയുടെയൊക്കെ പ്രയാസം ഉണ്ടായിരുന്നുകൊണ്ട് എന്തായാലും കുളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. അതെ, സന്തോഷമുണ്ട്. അങ്ങനെ ആരും ഇത് മിസ് ചെയ്യരുത് കേട്ടോ. സത്യം, വെറുതെ പറയുന്നില്ല. ആരും ഇത് മിസ് ചെയ്യരുത്. കാരണം നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലക്കാരോടാണ് ഈ തൊട്ടടുത്ത് കിടന്നിട്ട് നമ്മളാരും ഇവിടെ വരുന്നില്ല, ഒരു ദിവസം എൻജോയ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന കഷ്ടമാണ്. കാരണം ഒരുപാട് പൈസ ചിലവാക്കി നാം എവിടെയെല്ലാം പോകാറുണ്ട്, എത്രയോ സ്ഥലങ്ങളിൽ പോകാറുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗ് നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ കുറ്റാലത്ത് പോയിരുന്നു. ഞാനും എൻ്റെ കുടുംബത്തോടൊപ്പം കുറ്റാലത്ത് പോയി. എന്തൊരു ക്രൗഡാണ് അവിടെ. ഞങ്ങൾക്ക് കുളിക്കാൻ കഴിഞ്ഞില്ല, ഭയങ്കര തിരക്ക്. ആ ശബരിമല സീസണും കൂടെ ആയതുകൊണ്ട് ഭക്തജനങ്ങളുടെ തിരക്ക്. അല്ലെങ്കിൽ തന്നെ അവിടെ വല്ലപ്പോഴുമാണ് വെള്ളം ഉണ്ടാകാറ്. ഈ വെള്ളമുള്ള സമയത്ത് അതിയായ തിരക്ക്, ഒന്നും കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വളരെ ഭംഗിയായിട്ട് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നാൽ ഇവിടെ വന്ന് കഴിക്കാം കേട്ടോ. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഭക്ഷണം കൊണ്ടുവച്ച് വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് കഴിക്കാം. നല്ല വൃത്തിയുള്ള സ്ഥലം. നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെ ദുർഗന്ധം വമിക്കുന്ന കാറ്റില്ല. വളരെ ശാന്തമായ അന്തരീക്ഷം. പിന്നെ ഈ ഇവിടെ നമ്മുടെ ഗാർഡുകളുടെ ശല്യമില്ല. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്. നമ്മളത് അവർ പറയുന്ന സ്ഥലങ്ങൾ വളരെ കൃത്യമായി ഫോളോ ചെയ്താൽ, അവർ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ബോർഡ് വെച്ചിട്ടുണ്ട്, കയറി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല. വളരെ ഭംഗിയായിട്ട് ഫാമിലിയോടൊപ്പം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2.5 കിലോമീറ്റർ നടക്കണം. അതിൽ അവസാനത്തെ 1 കിലോമീറ്റർ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതെല്ലാം ഈ തണുത്ത വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് കുളിച്ചാൽ പോസിറ്റിവിറ്റി അതാ, യാത്രയുടെ പോസിറ്റിവിറ്റി അതാണ്. അവസാനം കിട്ടുന്ന ആനന്ദം. അതെ അതെ അതെ, കിട്ടിയ ആ എല്ലാം നിങ്ങൾക്കുണ്ടായ ആ 2.5 കിലോമീറ്റർ നടത്തിയിട്ടുണ്ടായ ബുദ്ധിമുട്ടെല്ലാം ഒരു 5 നിമിഷം കൊണ്ട് ഈ വെള്ളത്തിൽ അലിഞ്ഞില്ലാതാണ്. ഒരു നല്ല സ്ഥലം, വലിയ ആഴമില്ല, നല്ല സേഫായിട്ട് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. കാരണം പലയിടത്തും പോകുമ്പോഴത്തേക്കും നമുക്ക് കുട്ടികളെ നിറച്ച് കുളിപ്പിക്കാൻ പറ്റാറില്ല, അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇവിടെ അങ്ങനൊരു കുഴപ്പമില്ല. കുട്ടികളെയൊക്കെ നമുക്കവിടെ വളരെ സൗകര്യപ്രദമായിട്ട് തന്നെ കുളിക്കാനും ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ അഭിപ്രായമുണ്ട് ബുക്കിൽ എഴുതണം. ഈ ഇരിക്കുന്ന ബുക്കിലല്ലേ, ഇത് നമ്മുടെ കസ്റ്റമർ റിവ്യൂ അല്ലേ, എന്താ പറയുക, ടൂറിസ്റ്റ് റിവ്യൂ അങ്ങനെ പറയാം. കസ്റ്റമർ റിവ്യൂ, ടൂറിസ്റ്റ് റിവ്യൂ അങ്ങനെയാണ് പറയാം. എഴുതാറുണ്ടല്ലേ? കുറച്ച് ആൾക്കാർ എഴുതി. അപ്പോൾ ഇപ്പോൾ എന്താ എഴുതുക വിനുഭായി? ചേട്ടാ, വളരെ നല്ലൊരു അഭിപ്രായമാണ്. കാരണം നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണല്ലോ അവിടെ. കാരണം വളരെ നല്ല ക്ലീൻ, പിന്നെ അതുപോലെ തന്നെ ഗാർഡ്സിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ഇത്രയും നല്ല പ്ലസന്റ് ആയിട്ട് വളരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഗാർഡ്സ്, അത് തന്നെയാണ് നമുക്ക് ഏറ്റവും ആദ്യത്തെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ അത് തന്നെ നല്ല, അതായത് നല്ല വൃത്തിയും എടുപ്പുണ്ട്. കാരണം നമ്മൾ ഈ തമിഴ്നാട്ടിലാണ്, മറ്റു സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ ചപ്പോ ചവറോ അങ്ങനെ ഒന്നുമില്ല. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഒരു 6 ഗാർഡുണ്ട് അല്ലേ മൊത്തം? 6 പേരുണ്ട്. പിന്നെ 6 ഗാർഡുണ്ട്. 6 ഗാർഡൻ നല്ല ചിരി, നല്ല പെരുമാറ്റം. നമ്മൾ എന്ത് ചോദിച്ചാലും കൃത്യമായ ഉത്തരം തരുന്നു, വഴികാട്ടി തരുന്നു. നല്ല ഹാപ്പി ആയിട്ട് നിൽപ്പുണ്ട്. അതായത് സാധാരണ ഞാനൊരിക്കൽ കാട്ടാക്കട നമ്മുടെ നെയ്യാർ ഡാമിൽ പോയപ്പോൾ ഒരു അനുഭവം ഉണ്ടായി. അവിടെ നിൽക്കുന്ന ആ ഗാർഡുകളോടും അവരുടെ സർവീസിൽ നിൽക്കുന്നവരടുത്തൊക്കെ 1-2 ചോദിച്ചപ്പോൾ അവർ ശരിക്കും നമ്മളെ മാന്താൻ വരുന്നത് പോലെയാണ്.
മാന്താൻ വരുന്ന ഒരുമാതിരി വല്ലാത്ത ഒരു രൗദ്രഭാവത്തിലാണ് ഉത്തരം തന്നതും പെരുമാറിയതൊക്കെ. അപ്പോൾ അത് നോക്കുമ്പോൾ ഇതൊരു വലിയ അനുഭവമാണ്, നമ്മുടെ ആദ്യത്തെ അനുഭവമാണ്. നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഗാർഡുമാർ, അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു, ക്ലൈമറ്റ് കൊള്ളാം, നല്ല ക്ലൈമറ്റ് കിട്ടി. ഞങ്ങളിപ്പോൾ തിരിച്ചു ഇപ്പോൾ ഒന്ന് മഴ അല്പം ചാറുന്നുണ്ട് കേട്ടോ. എന്നാലും വളരെ നല്ലൊരു യാത്രയായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഞങ്ങളോട് കൂടെ വന്നവരെല്ലാം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ റിലേറ്റീവ്സും ഒക്കെ എല്ലാവരും തിരിച്ചെത്തി. ഇപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ആരും മിസ് ചെയ്യരുത് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്നതാണ്, ആരും മിസ് ചെയ്യരുത്. എല്ലാവരും മാക്സിമം ഇത് വന്നു പോകാൻ. ഇവിടെ എപ്പോഴാണ് ചേച്ചി ഇനിയിപ്പോൾ സീസൺ എപ്പോഴാണ് ശരി? ഇനിയിപ്പോ സീസൺ തന്നെയാണ്. മെയ് മാസം വരെയൊക്കെ കാണും. കാണുമല്ലേ? അപ്പോൾ ഈ വെള്ളം അതുവരെയൊക്കെ ഉണ്ടാവും? വെള്ളം അത്ര കാണൂല, മെയ്യിലൊന്നും അത്ര വെള്ളം കാണും, കുറച്ച് കുറേ. പക്ഷെ ഇപ്പോൾ ഈ കാണുന്ന വെള്ളമൊക്കെ ഇപ്പൊ ഈ മഴ ഇടയ്ക്കിടയ്ക്ക് മഴ ഉള്ളത് കൊണ്ട് നിലനിന്ന് പോകും. നന്നായിട്ട് വെള്ളമുണ്ട്. ശരി, അപ്പോൾ ആരും വെച്ച് താമസിപ്പിക്കരുത് കേട്ടോ. വളരെ എത്രയും പെട്ടെന്ന് നമ്മുടെ ജില്ലക്കാരെല്ലാം വന്ന് കാണും. മെയ്യാകുമ്പോൾ പിന്നെ മഴയും വെള്ളമൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് വഴി ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ പോയപ്പോൾ കുറേ സ്ഥലം വെള്ളം ക്രോസ് ചെയ്ത് അതെ അതെ അതെ. അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ പോകാൻ പറ്റാതെ. നല്ല ശക്തമായ മഴയാണെങ്കിൽ ഈ നമ്മൾ പോകുന്ന ഈ നടപ്പാത ഉണ്ടല്ലോ, അവിടെയൊക്കെ വെള്ളം ഉണ്ടാവും. ഈ ഒഴുകി വരുന്ന വെള്ളം നമ്മളിപ്പോൾ കയറി പോകുന്ന നടപ്പാതയിലൂടെയാണ് ആ വെള്ളം വരിക. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനുശേഷം നല്ല വെള്ളം ഉള്ള സമയത്ത് ഒരു ശരിക്കും ഇത് നല്ലൊരു സമയമാണ്. ഇത് നല്ലൊരു സമയത്ത് അത് കാണാനും ക്ലൈമറ്റ് എല്ലാം നല്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരോടും പറഞ്ഞു നേരത്തെ, ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരുപാട് തീർപ്പിക്കുന്നില്ല.